അടുത്ത ടോപ്പിക്ക് ടി ബി ആൻഡ് HIV കൊളാബറേറ്റീവ് ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. കാരണം ഈ ടി ബിയും HIV ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഡിസീസുകളാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം അതായത് NACPയും നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം NTP ഇത് രണ്ടും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ട്. കാരണം രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ അത്യാവശ്യമാണ്. HIV വന്ന ആൾക്കാരിൽ പെട്ടെന്ന് TB പിടിച്ച് ഡെത്തൊക്കെ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ NACPയും NTEPയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മെക്കാനിസംസ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും അതുപോലെ ജില്ലാ തലത്തിലും ഒക്കെ തന്നെ ഉണ്ട്. കുറേ എക്സ്ട്രാ നോട്ട്സ് നമ്മൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ മെഡിസിൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേ മെഡിസിൻസിൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റിലൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളൊന്നും വായിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് HIV ഇൻഫെക്റ്റഡ് TB പേഷ്യൻറ്റ്. അയാൾക്ക് HIV ഉണ്ട് TB ഉണ്ട്. സോ അവർക്ക് എന്ത് കൊടുക്കണം? പ്രൊവിഷൻ ഓഫ് കോട്രിമെക്സോൾ പ്രൊഫൈലാറ്റിക് ട്രീറ്റ്മെൻറ്റ് CPT ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സൊക്കെ എടുക്കണം. അത് TB HIV ഉള്ള ആളുകളിലൊക്കെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. HIV വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് TB പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോ അവർക്കത് പകരാതിരിക്കാനായിട്ട് എയർബോൺ ഇൻഫെക്ഷൻ കൺട്രോൾ മെഷേഴ്സൊക്കെ എടുക്കണം. കൂടാതെ ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് ART സെൻറ്റേഴ്സിലും മറ്റ് സെൻറ്റേഴ്സിലൊക്കെ ഈ HIV ആയിട്ട് വരുന്ന ആളുകളിൽ TB ഉണ്ടോയെന്ന് കൂടി ആക്റ്റീവായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ അത്യാവശ്യമാണ്. NTPയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ TB പേഷ്യൻസിനെയും HIV വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട്. HIV ടെസ്റ്റും ചെയ്യാറുണ്ട്. ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ TB ആൻഡ് HIVയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ബാക്കിയെല്ലാം നിങ്ങൾ ആ ടെക്സ്റ്റിനകത്തുള്ള കാര്യങ്ങൾ വായിച്ചാലും മതി. ഇത് മറക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്.